നമസ്കാരം. ആടാ ചാക്യാരെങ്കിലും അണിയലാണ് മുഖ്യമെന്നൊരു ചൊല്ലുണ്ട്. ചാക്യാർക്ക് ആടാനും അറിയില്ല, കൂത്ത് അവതരിപ്പിക്കാനും അറിയില്ല. പക്ഷെ ഒരുക്കത്തിനൊട്ട് കുറവുമില്ല. ഇതേ അവസ്ഥയിലാണോ നമ്മുടെ ശ്രീമതി? പാവം സെക്രട്ടേറിയറ്റിൽ കയറിയിരുന്ന് വിപ്ലവക്കൂത്താടാമെന്ന് കരുതി ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ കയറിപ്പറ്റിയ PK ശ്രീമതി ആ നിമിഷങ്ങളെ ജീവിത സാഫല്യമായിട്ടായിരുന്നു കണ്ടത്. ജനാധിപത്യ മഹിളകളുടെ ദേശീയ പ്രസിഡന്റാണെങ്കിലും കേരളത്തിൻ്റെ ഇട്ടാവട്ടത്ത് തായം കളിക്കാനാണ് ശ്രീമതിക്ക് ഇഷ്ടം. ഇന്നാട്ടിൽ കുറേ വനിതകൾ മൊട്ടയടിച്ചും മുട്ടിലടിഞ്ഞും കരയുന്നതൊക്കെ ദേശീയ മഹിളാ നേതാവിന് ഫലിതമായിരുന്നു. വീണ ജോർജിനെ ആരെങ്കിലും ഇകഴ്ത്തിയാലോ, PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാതെ വരുമ്പോഴും, ആര്യ രാജേന്ദ്രന് വല്ല ദണ്ണവും പറ്റിയാലും, ചിന്തയുടെ വാഴക്കുല ഒടിഞ്ഞു വീഴുമ്പോഴുമൊക്കെ ശ്രീമതിയുടെ ജനാധിപത്യ ബോധം ഉയരുകയുള്ളൂ. സെക്രട്ടേറിയറ്റിൽ കയറി പിണറായിക്കൊപ്പവും ദേശീയ ജനറൽ സെക്രട്ടറിക്കൊപ്പവും ഇരുന്ന് ചായയും അണ്ടിപ്പരിപ്പും കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് പാവം ശ്രീമതി കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നുഴഞ്ഞു കയറിയിരുന്നത്. ശ്രീമതിയുടെ തലവട്ടം കണ്ടപ്പോഴേ പിണറായി കൽപ്പിച്ചു, കടക്കൂ പുറത്ത്, നിങ്ങൾ ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ശ്രീമതി ശ്രദ്ധ വെച്ചാൽ നമുക്ക് ദില്ലി പിടിക്കാം. ഇവിടെ നിൽക്കേണ്ട ആളല്ല ശ്രീമതി. ഇപ്രകാരം പിണറായിക്ക് തോന്നിയത് തെറ്റാണോ? എഴുന്നേറ്റ് നടക്കാൻ കഴകത്തില്ലാത്തവരെയാണ് നമ്മൾ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവൊക്കെ ആക്കുന്നത്. ആ പ്രായത്തിലെത്തുമ്പോൾ ശ്രീമതിക്കും ഒരു കസേര കിട്ടിയേക്കും. ഡൽഹിയിൽ പ്രവർത്തിക്കേണ്ട ജനറൽ സെക്രട്ടറി AKG സെൻറ്ററിൻ്റെ പാറാവ് ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ. ഗോവിന്ദനാണെങ്കിൽ സ്വന്തമായി അകത്തൊരു മുറിയുണ്ടെന്ന് പറയാം. ബേബി സഖാവിന് അതുമില്ല. പാവം ഇങ്ങനെ അലഞ്ഞു നടപ്പാണ്. ഈ ബേബി സാറും ശ്രീമതിയും ഒക്കെ ഡൽഹിയിൽ ചെന്ന് എന്ത് തേങ്ങ ഉരുട്ടാനാണ്? ബ്രിട്ടാസിൻ്റെ ഇംഗ്ലീഷും റഹീമിൻ്റെ കവിതയും മാത്രം മതി സഭകളെ വിറപ്പിക്കാൻ. ശ്രീമതിയുടെ ഇംഗ്ലീഷ് കൂടിയാകുമ്പോൾ മോദി വിറയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ തന്നെ ഡൽഹി ഇപ്പോൾ വിറച്ചിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ അസാധാരണ നില പിണറായി ശ്രീമതിയോട് കാണിച്ചത്? പിണറായി ശ്രീമതിയെ നിഷ്കരണം ഇറക്കി വിട്ടപ്പോൾ ബേബിയും ഗോവിന്ദനും ഒരക്ഷരം വാതുറന്ന് മിണ്ടിയില്ല. ബാലനൊപ്പം എത്രമാത്രം തീവ്രതയളന്നയാളാണ് ഈ ശ്രീമതി എന്ന് പാർട്ടി ഓർത്തില്ല. മിണ്ടിയാൽ അവരുടെ അവസ്ഥയും ഇതുതന്നെയായിരിക്കും. കേന്ദ്ര നേതൃത്വത്തിൻ്റെ സഹായത്തോടെ പാർട്ടി കോൺഗ്രസിൽ ഇളവ് വാങ്ങിയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ശ്രീമതി എത്തിയത്. പിണറായി വിജയൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ കയറിപ്പറ്റിയ ശ്രീമതിയെ കാണുന്നതിപ്പോൾ പിണറായിക്ക് കലിയാണ്. മാത്രവുമല്ല, വീണമോളെ വേണ്ടത്ര സംരക്ഷിക്കുന്ന നിലപാടല്ല അടുത്ത സമയത്ത് ശ്രീമതിയുടേത്. ചിറ്റപ്പൻ പറഞ്ഞ പ്രകാരം പിണറായി കുടുംബം ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്നോ, കമലേട്ടത്തി അമ്മ മഹാറാണിയാണെന്നോ, വീണ അധ്വാനിച്ച് ജീവിക്കുന്ന പൊന്നുംകുടമാണെന്നോ പറഞ്ഞിരുന്നെങ്കിൽ പ്രീതി നേടാമായിരുന്നു. പകരം ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി വീണ ജോർജ് ഉറക്കമിളയ്ക്കുന്നതിനെ പറ്റിയും PP ദിവ്യയുടെ കാരുണ്യത്തെപ്പറ്റിയുമൊക്കെ അവർ പറയാറുള്ളൂ. ദില്ലിയിൽ ചെല്ലുമ്പോൾ ശ്രീമതിക്ക് പ്രായം തോന്നില്ലെങ്കിലും കേരളത്തിൽ വന്നപ്പോൾ തന്നേക്കാൾ പ്രായമേറിയതുപോലെ തോന്നി പിണറായിക്ക്. ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും PBയും ഒക്കെ കൂടുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ വായ തുറക്കില്ലെന്ന കാര്യം ബോധ്യമായി. വായിൽ കയറിയ ഈച്ചയെ തുറന്നു വിടാൻ പോലും വായ തുറക്കാൻ പാടില്ല. പാർട്ടിയാണ് വലുതെന്ന് പിണറായി പറയും. പിണറായിയാണ് ഞങ്ങളുടെ അന്നദാതാവെന്ന് പാർട്ടി പറയും. ശ്രീമതി ടീച്ചർ പറയുന്നത് തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും വിലക്കിയിട്ടില്ലെന്നും ഇരുന്ന് വിലങ്ങിയപ്പോൾ ഞാൻ തനിയെ എഴുന്നേറ്റ് പോന്നതാണെന്നുമാണ്. ഗോവിന്ദൻ മാഷിൻ്റെ വിശദീകരണം കൂടി വന്നപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച കാലത്ത് കുടുംബത്തെയും കൂട്ടി ടൂറ് പോയ പുള്ളിയാണ് പറയുന്നത് ശ്രീമതി പോയി വടക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന്. ശ്രീമതി എത്രയും വേഗം ഡൽഹിക്ക് പുറപ്പെടുക. പിണറായി എപ്പോഴെങ്കിലും ഇറക്കി വിടുന്ന മുറയ്ക്ക് ബേബി സാറും പിന്നാലെ വന്നുകൊള്ളും. നന്ദി.